തീർന്നില്ല കളികൾ. അനക്ക ഇനി ഇവിടെ വരണം ആദർശേട്ടാ. അവനും അവന്റെ അമ്മയൊക്കെ ഇന്നും അവളെയും അവന്റെ മോളെയൊക്കെ കാണണം. നവ്യ പറഞ്ഞ ശരിയാ, കുറച്ചു ദിവസമെങ്കിലും അനക്ക ഇവിടെ വേണം. അതിനു മുമ്പ് ചേച്ചിയുടെ മനസ്സിലുള്ളത് എന്താന്ന് ഞങ്ങളെല്ലാരും അറിഞ്ഞതല്ലേ ചേച്ചി? അതിനെ അറിയാൻ ചില ആൾക്കാരും കൂടി ഉണ്ട്. ഇതറിയുമ്പോ അങ്ങേയറ്റം സന്തോഷിക്കുന്നവര്. നമ്മുടെ അച്ഛനും അമ്മയും നന്ദുവും അല്ലേ? അതെ, ഞാൻ അച്ഛനും അമ്മയും വിളിച്ചോളാം. എന്നിട്ട് ഫോണിലൂടെ ഞാൻ പറയുന്നില്ല. നാളെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചവിടെ ചെന്ന് ഇറങ്ങാം. അപ്പൊ അവരൊക്കെ അറിഞ്ഞാ മതി. വീട്ടിലേക്ക് പോകുമ്പോ ഒരു ദിവസം താമസിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അത് വളരെ നല്ല കാര്യം. അല്ല, ചേച്ചിക്ക് എന്തെങ്കിലും ഇവിടെ പറഞ്ഞിട്ട് വരാൻ പറ്റുമോ? കള്ളങ്ങള് പറഞ്ഞു പറഞ്ഞ് ശീലമായി. പിടിക്കപ്പെടാതെ ഞാൻ ഇത്രയും കാലം നിങ്ങളുടെയൊക്കെ മുന്നിൽ അഭിനയിച്ചില്ലേ? അതുപോലെ ഇനി അബിയുടെയും അവന്റെ അമ്മയുടെയും പെങ്ങളുടെയൊക്കെ മുന്നിൽ അഭിനയം തുടരാം. അവന്തിക കുഴപ്പമില്ല. അങ്ങനെ തീർത്ത് പറയേണ്ട ആദർശേട്ടാ. അവള് തൽക്കാലം ഇതൊന്നും അറിയാതിരിക്കുന്നതാ നല്ലത്. അവളുടെ അച്ഛൻ വലിയ കാശുകാരനായതുകൊണ്ട് അബിയെ പോലെ തന്നെ അവൾക്കും അവളുടെ അച്ഛനുമായിട്ട് ബന്ധമുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും തൽക്കാലം ഇപ്പൊ ഈ നടന്നതൊക്കെ നമുക്ക് വിശ്വാസമുള്ളവര് മാത്രം അറിഞ്ഞാ മതി. ഇവിടെ നിന്ന് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് അപകടമാ. ഞാനും നാളെ വരാനുള്ള മാർഗങ്ങൾ നോക്കാം. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അച്ഛന്റെയും അമ്മയുടെയും എന്റെ അനിയത്തിമാരുടെയും കൂടെ നമ്മുടെ വീട്ടിൽ ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് താമസിക്കണമെന്ന്. ശരി. എന്തൊക്കെ സംഭവിച്ചാലും നാളെ അതിനുള്ള അവസരം ഒരുക്കണം. എടാ, എന്റെ കല്യാണത്തിന് അതിനുശേഷമുള്ള ചടങ്ങുകൾക്കൊന്നും അങ്ങനെ സജീവമായിട്ട് പങ്കെടുക്കാത്ത എന്റെ ഒരു വല്യമ്മ ഉണ്ടല്ലോ. അവരെ പിന്നെ ഇങ്ങോട്ടും കണ്ടിട്ടില്ലല്ലോ. എന്റെയും നയനയുടെയും കല്യാണത്തിന് ശേഷം പ്രശ്നത്തോട് പ്രശ്നമല്ലായിരുന്നോ? ആ തലവേദന കാരണം വല്യമ്മ ഓടി രക്ഷപ്പെട്ടതാ. പക്ഷേ വല്യമ്മയ്ക്ക് ഒരു ഇളയ മോളുണ്ട്. അവളുടെ കല്യാണമോ നാളെ. നാളെയോ? എന്നിട്ട് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്റെ വീട്ടിലുള്ള എല്ലാരും പങ്കെടുക്കുന്ന കല്യാണോ. ഇവിടുന്ന് നയനയും കാണും. പിന്നെ നന്ദു ആ കല്യാണ പെണ്ണിന്റെ അടുത്ത കൂട്ടുകാരി. അവിടേക്ക് പോണ്ടാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ വല്യമ്മ വിളിയോട് വിളി നാളെ ചെല്ലണോന്നും പറഞ്ഞ്. കല്യാണം 10 മണിക്കാ. അതിനു മുമ്പ് ചെന്നാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റന്നാ നല്ല വീട് ചടങ്ങും ഉണ്ട്. ചിലപ്പോ അതിന് പങ്കെടുക്കേണ്ടിയും വരും. അതുകൊണ്ട് നീ എനിക്കൊപ്പം വാ, എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട്. നിനക്ക് തന്നെ പോകാൻ മടിയാ, പിന്നെ ഞാൻ അങ്ങനെ വരും. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോവാനോ? ഒറ്റയ്ക്ക് പോകണ്ട, നീ മോനെ കൊണ്ട് പോക്കിയോ. അവിടെ ചെല്ലുമ്പോഴേ എന്നെ എന്റെ വീട്ടുകാർക്കൊപ്പം നിന്ന് കുറ്റപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതൊന്നും നീ ഇപ്പൊ കാര്യാക്കണ്ട. നീ ഇപ്പൊ പേരെടുത്തൊരു മോഡലാണ്. അതും AN ജ്വല്ലറിയുടെ മോഡലാ. അതിന്റെ ഒരു ക്രെഡിറ്റ് എന്തായാലും നിനക്ക് അവിടെ കിട്ടാതിരിക്കില്ല. അതുകൊണ്ടാണ് വല്യമ്മ എന്നെ കാര്യമായിട്ട് വിളിച്ചത്. അല്ല, എന്നെ 10 പേർക്ക് അറിയാമെന്നാ വല്യമ്മ പറഞ്ഞത്. അവിടെ ചെന്ന് കഴിഞ്ഞാ അത് അവർക്കൊരു ഗമയാണെന്നും വല്യമ്മ പറഞ്ഞു. അങ്ങനെ പറയുമ്പോ പിന്നെ പോകണ്ടേ? അവിടെ ഞാനൊരു സെലിബ്രിറ്റിയാ. അതുകൊണ്ട് എനിക്ക് പോകാനൊരു താല്പര്യമൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ഒന്നും ആലോചിക്കണ്ട, നീ നാളെ രാവിലെ തന്നെ പോവാൻ നോക്ക്. ഞാൻ വേണമെങ്കിൽ അവിടെ അടുത്തുവരെ കൊണ്ടാക്കി തരാം. അങ്ങനത്തെ സഹായമൊന്നും നീ ചെയ്യണ്ട. കൂടെ വരുന്നെങ്കിൽ വന്നാ മതി. എന്നെ നിർബന്ധിക്കേണ്ട നവ്യയെ. അവിടെ ഞാൻ വന്നു കഴിഞ്ഞാ എനിക്ക് ആ നന്ദുവിനൊക്കെ കാണേണ്ടി വരും. നിന്റെ അച്ഛനും അമ്മയൊക്കെ കാണുന്നതിനേക്കാളും ദേഷ്യമാണ് എനിക്ക് അവളെ കാണുന്നത്. എനിക്കും അങ്ങനെ തന്നെയാ. അവൾ എന്നെ നോക്കി ചിരിക്കോ കളിയാക്കോ വല്ലതും ചെയ്താലുണ്ടല്ലോ, കല്യാണത്തിന്റെ ഇടയ്ക്ക് കൂട്ട തല്ല് നടക്കും. അതൊന്നും ഉണ്ടാവില്ലെന്ന് വല്യമ്മ പറഞ്ഞിട്ടാ ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നേ. നീ അവരെ ആരെയും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കല്യാണത്തിൽ പങ്കെടുക്കുക. പെണ്ണിന്റെ പയ്യന്റെ കൂടെ ഒന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കുക. പയ്യനും പയ്യന്റെ വീട്ടുകാരും വരുമ്പോ നിന്നെപ്പോലെ ഒരു സെലിബ്രിറ്റി അവിടെ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാ. അവിടെ നീ ആയിരിക്കും താരം. അതുകൊണ്ട് ഈ യാത്ര മുടക്കണ്ടെന്നാ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നല്ല വീട് കാണാൻ പോകുന്നീ പൊയ്ക്കോ. അവിടെയും നിന്നെ കാണാനായിരിക്കും ആൾക്കാരുള്ളത്. ഒരു ദിവസമെങ്കിലും എനിക്ക് സമാധാനം കിട്ടുമല്ലോ. അല്ല, നീ പറഞ്ഞത് ശരിയാ. ഞാനാണ് അവിടെ താരം.
പിന്നെ ഞാനാരെയാ പേടിക്കണ്ടേ? ഞാൻ ഏൻ ജ്വല്ലറിയുടെ മോഡലായത് അവിടെ ചിലർക്കൊക്കെ പുച്ഛായിരിക്കും. അങ്ങനെ പുച്ഛമുള്ളവർ കാണട്ടെ എന്റെ വില എന്താണെന്ന്. എല്ലാം എന്റെയും എന്റെ അച്ഛന്റെയും കൃപയാടി. എന്താമ്മേ തകൃതിയായിട്ട് പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന? നാളെ നയനേച്ചു വരുന്നുണ്ടോ? അതോ ഇതും കൊണ്ട് അമ്മ അങ്ങോട്ട് പോകുന്നുണ്ടോ? നാളെ ആദർശം നയനമോളും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. കൂടെ ഒരു ഗസ്റ്റും ഉണ്ടാകൂന്ന് പറഞ്ഞു. ഗസ്റ്റോ? അതാരാ? അതൊന്നും പറഞ്ഞില്ല. എന്തോ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുക. ആ അനഘേച്ചി റിക്കവർ ആയിക്കൊണ്ടിരിക്ക. ഇനി ചേച്ചിയും ചന്തുമോളെയും കൊണ്ടായിരിക്കോ വരുന്നേ? പറഞ്ഞ പോലെ അത് ചിലപ്പോ ശരിയായിരിക്കും. ചന്തുമോളിപ്പോ അമ്മയ്ക്കൊപ്പം ആണല്ലോ. ആ എന്തായാലും എല്ലാം ഉണ്ടാക്കി വെക്കാം. വരുന്നവരെ നാളെ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവൂന്ന് പറഞ്ഞായിരുന്നു. ഞാനൊന്ന് ചേച്ചിയെ വിളിച്ച് ചോദിക്കട്ടെ ആരാ വരുന്നെന്ന്. പറയൂന്ന് തോന്നുന്നില്ല. എന്നാലും നീ ശ്രമിച്ചു നോക്ക്. ഗോവിന്ദേട്ടൻ ഇടയ്ക്ക് വിളിച്ച് ആദർശിനോടും നയനിയോടും ചോദിച്ചതാ ആരാ ഗസ്റ്റ് എന്ന്. അതിപ്പോ വരുമ്പോ അറിഞ്ഞാ പോരെന്നാ അവര് തിരിച്ചു ചോദിച്ചത്. എന്തായാലും കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാന്ന് തീരുമാനിച്ചു. പിന്നെ എനിക്ക് വേറൊരു സംശയം ഇല്ലാതില്ല മോളെ. ഇനി നാളെ വരുന്നത് നവീമോനും അവന്റെ അമ്മയും ആയിരിക്കോ? എങ്കി പിന്നെ എന്നോട് പറയാതിരിക്കോ അമ്മേ? ചിലപ്പോ പറയാതെ വരുമായിരിക്കും. എന്തായാലും നമുക്കൊക്കെ അറിയാവുന്ന ആരോ ആണ് വരുന്നത്. അല്ല മോളെ, നവീന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നായിരുന്നോ? ഏയ് അത് മിക്കവാറും അടുത്ത മാസേ വരത്തുള്ളൂ. അല്ല ഇനിയിപ്പോ നേരത്തെ വന്നെങ്കിലോ? ആരായാലും നാളെ ഇങ്ങ് എത്തുമല്ലോ. അതുവരെ നമുക്ക് നോക്കാം. നീ നാളെ വല്യമ്മയുടെ മോളുടെ കല്യാണത്തിന് പോകുമ്പോ അവിടെ എല്ലാരും കാണത്തില്ലേ? അല്ല, നിന്റെ അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാം അവിടെ കാണുമല്ലോ. കാണും. പക്ഷേ അവരെയൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. ആ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഞാനിപ്പൊ നിന്റെ അടുത്തോട്ട് വന്നത് വേറൊരു കാര്യം ചോദിക്കാനാ. നീ സ്ഥിരമായി ഏൻ ജ്വല്ലറിയിൽ പോകുന്നുണ്ടല്ലോ അവരുടെ മോഡലായിട്ട്. ആ നേരത്തെ എപ്പോഴെങ്കിലും നാഗേന്ദ്രനെ അഭി കാണുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഏയ് ഇല്ലമ്മേ. നീ അവനെ രക്ഷിക്കാൻ ശ്രമിക്കരുത്. നാഗേന്ദ്രൻ അപകടകാരിയാ. നാഗത്തിന്റെ സ്വഭാവമാണ് അവന്റെ. അതിനേക്കാളും വലിയ നാഗവാ നിങ്ങളുടെ മോൻ. നീ എന്താ ആലോചിക്കുന്നത്? നിന്റെ മുഖം കണ്ടിട്ട് അവര് തമ്മിൽ കാണുന്ന ലക്ഷണമുണ്ടല്ലോ. ഞാൻ ഇതുവരെ അവര് തമ്മിൽ കാണുന്നൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ പറയാൻ അഭി ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും. അമ്മയ്ക്ക് ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിലേ പിന്നെ ഇഷ്ടമുള്ളത് ഊഹിച്ചെടുക്കാം. ഒരിക്കലും നാഗേന്ദ്രനും അഭിയും തമ്മിൽ കാണാൻ പാടില്ല. നാഗേന്ദ്രൻ ചിലപ്പോ അവനോട് കള്ളക്കഥകൾ പറയും, എന്നെ തരം താഴ്ത്തിയിട്ട്. എന്റെ മക്കളെ അവൻ സ്വന്തമാക്കാനും നോക്കും. ഇവരിത്രയും ഭയക്കുന്ന സ്ഥിതിക്ക് ഇവരുടെ ഭാഗത്ത് എന്തോ വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. നവ്യേ, നീ നയത്തിൽ അഭിയോട് ചോദിക്കണം, എപ്പോഴെങ്കിലും നാഗേന്ദ്രനെ കണ്ടോന്ന്. അല്ലെങ്കിൽ അവന്റെ സംസാരത്തിന്ന് അത് പിടിച്ചെടുക്കണം. ഞാനിത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ പറയുന്നത്. നാഗേന്ദ്രനെ അഭി സ്നേഹിച്ചു തുടങ്ങിയാലേ അവിടെ അവന്റെ മാത്രമല്ല നിന്റെയും നിന്റെ കുഞ്ഞിന്റെയും നാശം തുടങ്ങും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മൂർത്തീസ് ജ്വല്ലറിയുടെ വേരറുക്കാൻ വേണ്ടിയിട്ടാ അവൻ ഇവിടെ കാലെടുത്ത് കുത്തിയത്. അത് അമ്മയ്ക്കും ഇഷ്ടമായിരുന്നല്ലോ. ഞാൻ ഏൻ ജ്വല്ലറിയുടെ മോഡലായിട്ട് പോയതിനെ അബി അവിടെ മാനേജറായിട്ട് പോയതിനെയൊക്കെ അമ്മ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കല്ലായിരുന്നോ? അത് നാഗേന്ദ്രനാണ് AN ജ്വല്ലറിയുടെ MD എന്ന് അറിയുന്നതിന് മുൻപ്. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. നാഗേന്ദ്രനാണ് AN ജ്വല്ലറിയുടെ മുതലാളി എന്ന് അറിഞ്ഞത് മുതൽ
എന്റെ മനസ്സമാധാനം പോയിരിക്കുക. എന്റെ മോളെ എനിക്ക് വിശ്വാസ, പക്ഷെ അതുപോലെയല്ല അഭിയുടെ കാര്യം. അവന് നേട്ടമുണ്ടാകുന്ന ഇടത്തേക്ക് ചായും. അതിന് കാരണക്കാരായവരെ അവൻ സ്നേഹിക്കുകയും ചെയ്യും. അമ്മയ്ക്ക് മോനെ അറിയാവുന്നതുപോലെ ആർക്കും അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നീ ആ സ്ഥാപനത്തിലെ ജോലി വിടണമെന്ന്. അതുപോലെ അഭിയോടും അങ്ങോട്ട് പോകരുതെന്ന് പറയണം. ഞങ്ങളൊക്കെ അങ്ങോട്ട് പോവാതിരുന്നാ ഇവിടെയുള്ളവർ ഞങ്ങൾക്ക് ജോലി തരുമോ? പിന്നെ അഭി ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞതോ? അത് അഭിയുടെ കാര്യം. പക്ഷെ ഞാൻ പോവും. എനിക്കിപ്പോഴേ അവര് നല്ല സാലറിയാ തരുന്നത്. അതുപോലെ ഇപ്പൊ ഓണം ആയതുകൊണ്ടേ അവര് പറയുന്ന ദിവസം ഷൂട്ടിങ്ങിന് പോയേ പറ്റൂ. ഓണത്തിന് ശമ്പളം കൂടാതെ നല്ലൊരു തുകയാ ജ്വല്ലറിക്കാർ എനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് വലിയൊരു പബ്ലിസിറ്റി അല്ലേ? അതൊക്കെ എന്തിനാ ഞാൻ വേണ്ടാന്ന് വെക്കുന്നേ? ഇവളെ അമ്മയുടെ മോള് തന്നെ. കനകയുടെ തനി പകർപ്പ്. അത്യാഗ്രഹി. സാറേ, ജീവിക്കാൻ ഒരു മാർഗമില്ല സാറേ. അതുകൊണ്ടാണ് കാലി പിടിക്കുന്നത്. പലിശക്കാരാണെങ്കിൽ എല്ലാ ദിവസവും വന്ന് ശല്യം ചെയ്യുക. നാട് വിട്ടു പോകാൻ ആലോചിച്ചു, ഞാനും എൻ്റെ ഭാര്യയും കൂടി. പക്ഷെ മോൾക്കതിൽ താല്പര്യമില്ല. എങ്കിലും കടക്കാർ കൂടുതൽ ശല്യം ചെയ്താൽ ഇവിടുന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് അവസാന മാർഗമെന്നാണ് സാറിനെ വന്ന് കാണുന്നത്. അച്ഛാ, ഞാൻ പറഞ്ഞിട്ട് ഇയാളുടെ മോൾക്ക് ജോലിയൊന്നും കൊടുക്കരുത്. അവിടെ ചെയ്യുന്ന ജോലിയോട് 100% കൂറ് കാണിക്കുന്ന പെണ്ണൊന്നുമല്ല. അഭിമോനെ, നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് എന്നെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ. എടോ, കഥകളും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാം. എടാ മോനെ, അനന്തപുരിക്കാരുടെ ശത്രുക്കളെല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നല്ലതാ. മോക്ക് അത്യാവശ്യം നല്ല പഠിത്തമൊക്കെ ഉണ്ട് സാറേ. അവള് ബികോം ആണ്. പാസോ ഫെയിലോ? അയ്യോ, പാസാ. എംകോമിന് അയക്കാത്തതേ പൈസ ഇല്ലാത്തോണ്ടാ. അപ്പോ അവൾക്ക് അക്കൗണ്ട് സെക്ഷനിൽ തന്നെ ജോലി കൊടുക്കാം. സാറേ, അവള് മോഡലാകണമെങ്കിൽ ആയിക്കോളും. അവക്ക് അതൊക്കെ വലിയ ഇഷ്ടമാ. ഓ, വന്നപ്പോ തന്നെ എന്റെ ഭാര്യയെ പുറത്താക്കാനുള്ള പ്ലാനായിരിക്കും. നീയും നിന്റെ ഭാര്യയും തമ്മിലുള്ള ഇരിപ്പ് വശമൊക്കെ എനിക്കറിയാമല്ലോ. നവ്യയെ മാറ്റി നിർത്തിയിട്ട് എന്റെ മോളെ മോഡലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവക്ക് ചാൻസ് കൊടുത്താലുണ്ടല്ലോ, അത് ജ്വല്ലറിക്ക് ഗുണം ചെയ്യും. എടോ, ഇപ്പൊ ഞാനൊരു ജോലി പറഞ്ഞല്ലോ, അതവളോട് മര്യാദയ്ക്ക് ചെയ്യാൻ പറ. അത് കഴിഞ്ഞ് അവളുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ അവളെ നേരെ ദുബായിലേക്കുള്ള ബ്രാഞ്ചിലേക്ക് അങ്ങ് വിടാം. അപ്പൊ പിന്നെ കുറെ കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്കും അവളുടെ അടുത്തേക്ക് പോവാം. പലിശക്കാരുടെ ശല്യവും തീർന്നു കിട്ടും. അയ്യോ, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലേ സാറിന് പുണ്യം കിട്ടും. എനിക്ക് പുണ്യമൊന്നും വേണ്ടോ. ജോലി കയറി കഴിഞ്ഞാൽ 100% കമ്പനിയോട് ആത്മാർത്ഥത കാണിക്കണം. അല്ലാതെ വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങിക്കാനാണെങ്കിൽ 1 മാസം കഴിയുമ്പോൾ അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞു വിടും. അയ്യോ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല സാറേ. എന്റെ മോള് മിടുക്കിയ. എന്നാ പിന്നെ ഞാൻ പോയി അവളോട് ഈ സന്തോഷ വാർത്ത പറയാം. എന്നാ സാറേ ജോലിയിൽ ജോയിൻ ചെയ്യേണ്ടത്? 1-ാം തീയതി. ഇംഗ്ലീഷ് മാസം 1-ാം തീയതിയല്ല, ചിങ്ങ 1-ന്. അങ്ങനെ ചെയ്തോളാം സാറേ, അതാ നല്ലത്. ശരി സാറേ, പോട്ടെ മോനെ. അച്ഛാ, ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കൂട്ടർ അവരെല്ലാം. ഇവരെയൊക്കെ നമുക്ക് ചില അവസരങ്ങളിൽ ബലിയാടാക്കാം. അവിടെ തൽക്കാലം കൂടെ നിൽക്കട്ടെ. നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? പോയി. ഉച്ചയപ്പം ഞാനിങ്ങി പോന്നു. എന്താ അങ്ങനെ? ഞാൻ തിരിച്ചു വന്ന ശേഷേ നീ വല്ലാത്ത ഉഴപ്പാ. അങ്ങനൊന്നുമില്ല ഏട്ടാ, മനസ്സിന് നല്ല സുഖമില്ല. ഓ, നവീന്റെ മുത്തശ്ശനും അമ്മയും നന്ദുവിന്റെ വീട്ടിൽ പോയി പെണ്ണാലോചിച്ചത് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? സത്യം പറയല്ലേ ഏട്ടാ, അവന്റെ അമ്മ ഒരിക്കലും വിവാഹത്തിന് സമ്മതിക്കില്ലെന്നാ കരുതി.
എടാ ഞങ്ങൾക്കും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ നവീന്റെ പിടിവാശിക്ക് മുന്നിൽ അവന്റെ അമ്മ കീഴടങ്ങിയായിരുന്നു. ഏട്ടാ എനിക്ക് നന്ദുവിനെ വലിയ ഇഷ്ടമാണ്. തിരിച്ചും അങ്ങനെ തന്നെയാ. പക്ഷെ ഇപ്പോഴും അവക്കത് മറ്റുള്ളവരോട് തുറന്നു പറയാൻ പറ്റുന്നില്ല, ഏട്ടത്തിയോട് പോലും. എടാ ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എനിക്കും നയനിക്കൊക്കെ നിങ്ങൾ ഒന്നിക്കണമെന്ന് തന്നെയാ. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തോടെ ഏട്ടാ. എടാ ഇവിടെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തില്. നവീന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നവീനെ വേദനിപ്പിക്കാൻ പറ്റില്ല. നന്ദുവിനെ ആലോചിച്ചത് നവീനായതുകൊണ്ട് മുത്തശ്ശിന് പോലും ഇടപെടാൻ പറ്റാത്തത്. നിങ്ങളിൽ ആര് നന്ദുവിനെ കല്യാണം കഴിച്ചാലും ഞങ്ങൾക്കത് സന്തോഷം തന്നെയാ. നീയാണെങ്കിൽ കൂടുതൽ സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഒരു അവസാന ശ്രമം നടത്തിക്കൂടെ എന്ന്. എടാ ഞാനൊന്ന് നവീനെ കണ്ടു നോക്കാം. പക്ഷെ എല്ലാം എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സ്വാർത്ഥത കാണിച്ചെന്ന് അവൻ ഒരിക്കലും തോന്നാൻ പാടില്ല. നിന്റെ അടുത്ത സുഹൃത്താ നവീൻ. അങ്ങനെയുള്ളപ്പോ നിനക്ക് അവനോടെല്ലാം തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? നവീന് നന്ദുവിനോട് ഇഷ്ടം അറിഞ്ഞപ്പോഴെങ്കിലും നിനക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കായിരുന്നു. അവസരം ഉണ്ടായിട്ട് നീ അത് തുലച്ചു. അതാ നിനക്ക് പറ്റിയ തെറ്റ്. ഇനിയിപ്പം വരുന്നത് പോലെ വരട്ടെ എന്ന് കരുതാം. പിന്നെ നിനക്ക് ആകെയുള്ള പ്രതീക്ഷ നന്ദുവിൽ മാത്രമാ. അവള് കൂടി അവസാന നിമിഷം നവീൻ വേണോന്ന് പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൾ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. അവക്ക് നവീനെ ഇഷ്ടമാണ്, ബഹുമാനമാണ്. പക്ഷേ വിവാഹം കഴിച്ച് ജീവിക്കാനുള്ള ഇഷ്ടമല്ല. പിന്നെ അവക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ഭയങ്കര ഇഷ്ടമുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോ നിനക്ക് അവളോടുണ്ടല്ലേ? ഉണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ നന്ദുവിന്റെ പേര് പറഞ്ഞത്. ഇനിയൊരു കല്യാണം ഉണ്ടെങ്കിൽ അവള് മതിയെന്ന് പറഞ്ഞത്. ആ തന്റെ ഇടം കാണിക്കാൻ വൈകിപ്പോയെന്നാ പറഞ്ഞത്. എന്തായാലും ഞാൻ എന്റെ വഴിക്കൊന്ന് നോക്കാം. നടക്കുമെന്നൊന്നും അറിയില്ല. ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന് കരുതി എന്റെ അമ്മ പോലും അവസാനം എന്റെ നിർബന്ധത്തിന് വഴങ്ങായിരുന്നു. അവര് നന്ദുവിന്റെ വീട്ടിൽ പോയി പെണ്ണ് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തെറ്റല്ല ആദർശേട്ടാ. അറിയാം, നന്ദുവിനെ ആലോചിച്ചത് നീ ആയതുകൊണ്ടാ എല്ലാവർക്കും പ്രയാസം. അതൊരു പ്രയാസമാണോ? അല്ല, നീയും അനിയും രണ്ട് സൈഡ് നിൽക്കുമ്പോ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിപ്പോ ഞാനും നയനയും. സ്വന്തം അനിയന് വേണ്ടി സ്വാർത്ഥത കാട്ടുന്ന ഏട്ടൻ അവരത് ആദർശേട്ടൻ. അവൻ എന്നോട് സത്യം പറയാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും അവൻ അത് പറഞ്ഞിട്ടില്ല. അതൊക്കെ പോട്ടെ. ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നന്ദുവിനെ കിട്ടുമോ എന്ന് ചോദിച്ചാ അതിനുവേണ്ടി ട്രൈ ചെയ്യായിരുന്നു. ആ ശ്രമം പരാജയപ്പെട്ടാലോ? ഞാൻ നന്ദുവിനെ വേണ്ടാന്ന് വെച്ചാ ഉറപ്പായിട്ടും നന്ദുവിന്റെ അച്ഛനും അമ്മയും മറ്റൊരു പയ്യനെ അവൾക്ക് വേണ്ടി ആലോചിക്കും. എന്നാലും എനിക്ക് അവളെ കിട്ടാൻ പോകുന്നില്ല. അതിലും നല്ലത് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ സ്വന്തമാക്കുന്നതല്ലേ. ഇക്കാര്യത്തില് ഞാൻ എന്താ നവീനെ പറയേണ്ടത്? ഇതൊരു കോടതിയൊന്നുമല്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ആദർശേട്ടാ ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത്. അവളുമായിട്ടുള്ള ആലോചനകളും ഇരു വീട്ടുകാരും നടത്തി. ഇനിയിപ്പോ ഗൾഫിൽ നിന്ന് വരുന്ന അച്ഛനെ നിരാശപ്പെടുത്താനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും മുന്നിൽ നിന്ന് ഈ കല്യാണം നടത്തി തരണം. ആദർശേട്ടന്റെ മുത്തശ്ശൻ എന്റെ മുത്തച്ഛന് വാക്ക് കൊടുത്തു കഴിഞ്ഞു. കാരണവരായി നിന്ന് കല്യാണം നടത്തി തരാമെന്ന്. അല്ലെങ്കിലും നന്ദുവിന്റെ കല്യാണം ഞങ്ങൾ തന്നെയാ നടത്തി കൊടുക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ ഐശ്വര്യമായിട്ട് അതങ്ങ് നടത്ത്. ഈ പറഞ്ഞതൊക്കെ അനിയോടും പറഞ്ഞേക്ക്. അതുപോലെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്നോട് സംസാരിക്കാൻ ആദർശേട്ടനോ നയനയോ വരരുത്. നവ്യ വന്ന് കല്യാണം മുടക്കാൻ നോക്കി. എന്നോട് അനിയും നന്ദുവും തമ്മിൽ വലിയ പ്രേമത്തിലാന്നൊക്കെ പറഞ്ഞു. അതവക്ക് നന്ദുവിനോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞ. നന്ദുവിന് നല്ലൊരു ജീവിതം കിട്ടാൻ പാടില്ല. അതായിരുന്നു അവളുടെ ഉദ്ദേശം. ഒരിക്കലുമല്ല. നവ്യ അങ്ങനെ പറഞ്ഞത് നന്ദുവിനെ എനിക്ക് കിട്ടാൻ വേണ്ടിട്ട് തന്നെയാ. അതെങ്ങനെ ശരിയാവും? അവള് നിങ്ങൾക്കൊക്കെ എതിരായിട്ടല്ലേ നിൽക്കുന്നത്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ എല്ലാം വിചാരം. പക്ഷേ അഭിയുടെ കള്ളത്തരങ്ങളൊക്കെ അവൾ നേരത്തെ അറിഞ്ഞതാ. അതിനുശേഷം അവനെയും അവന്റെ അച്ഛന്റെ കമ്പനിയും തകർക്കാൻ വേണ്ടിയിട്ടാ അവളിപ്പോ നടക്കുന്നത്. അത് ശരി. ഇതിപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അഭിക്കും അവന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒഴിച്ച്. നവീനായിട്ട് ഇനി ഇത് ആരോടും പറയാൻ നിൽക്കണ്ട. അപ്പൊ നല്ല ചിന്തയോടെയാണ് നവ്യ എന്നെ കാണാൻ വന്നത്.
എന്തായാലും എന്റെ നിലപാടിൽ ഇനി മാറ്റമില്ല. ഇക്കാര്യത്തില് ഞാൻ കുറച്ച് സ്വാർത്ഥന ആദർശേട്ടാ. അത് അനിയോടും പറഞ്ഞേക്ക്. അനിയും നന്ദവും കാണിച്ച പക്വതയില്ലായ്മയ്ക്ക് ഇങ്ങനൊരു മറുപടി തന്നെയാ കൊടുക്കേണ്ടത്. അതിലുപരി ഞാൻ മാറിയ നന്ദുവിന് മറ്റൊരു പയ്യനെ അവളുടെ അച്ഛനും അമ്മയും പെട്ടെന്ന് കണ്ടുപിടിക്കും. അത് നടക്കാൻ പാടില്ല. ഒന്നിക്കേണ്ടവർ തന്നെ ഒന്നിക്കണം. അനിക്ക് തന്നെ നന്ദുവിനെ കിട്ടണം. അതിന് ഞാൻ ഇങ്ങനൊരു ഡ്രാമ കളിക്കുന്നത് നല്ലതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളുടെ മനസ്സിൽ എന്തായാലും ശരി, അവളെ പോലെ ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. അതെനിക്കിഷ്ടമല്ല. നവീനെ പോലെ ഒരു നല്ല പയ്യന്റെ ആലോചനയാ അവൾക്ക് വന്നിരിക്കുന്നത്. അവളുടെ അച്ഛനും അമ്മയ്ക്ക് അതൊരു ലോട്ടറിയാ. ഇനി നീയായിട്ട് ആ ബന്ധത്തെ തടസ്സപ്പെടുത്തരുത്. വിടടി.